പ്രിയ പ്രേക്ഷകരെ, ഏറ്റവും പുതിയ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 20,000 പിന്നിടുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ആകെയുള്ള 19 റൗണ്ടിൽ 6 റൗണ്ടുകൾ എണ്ണിത്തീരുമ്പോൾ, അതായത് വഴിക്കടവ്, മൂത്തേടം ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ ബൂത്തുകളിലെയും വോട്ട് എണ്ണിത്തീർന്നു. ഇപ്പോൾ എടക്കരയിലെ വോട്ടുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 20,000 പിന്നിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് നേടിയ ഭൂരിപക്ഷം 11,077 വോട്ടായിരുന്നുവെങ്കിൽ ഇത്തവണ എടക്കരയും വഴിക്കടവും മൂത്തേടവും എണ്ണി എടക്കരയിലേക്ക് വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ ആര്യാടൻ ഷൗക്കത്ത് 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം മറികടന്നിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക്, നിലമ്പൂർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF നിലമ്പൂരിൽ വിജയിക്കുവാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് നൽകാനുള്ളത്. ആദ്യത്തെ 2 ഗ്രാമപഞ്ചായത്തുകൾ, അതായത് ആകെയുള്ള 6 റൗണ്ടുകൾ, അതായത് 6 റൗണ്ടുകൾ എന്ന് പറയുമ്പോൾ 70 84 ബൂത്തുകളാണ് എണ്ണിത്തീരുന്നത്. 84 ബൂത്തുകൾ എണ്ണിത്തീരുമ്പോൾ തന്നെ അവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 20,000 പിന്നിടുകയാണ്. എന്തായാലും ഇനി എണ്ണാനുണ്ട്. എടക്കരയിലെ ബാക്കി ബൂത്തുകളുണ്ട്, ചുങ്കത്രയുണ്ട്, പോത്തുകല്ലുണ്ട്, നിലമ്പൂർ നഗരസഭയുണ്ട്, കരുളായിയുണ്ട്, അമരമ്പലമുണ്ട്. വലിയ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു കയറുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുവാനുള്ളത്. 20,000 പിന്നിട്ടിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം. വണ്ടൂരിൽ AP അനിൽകുമാർ ആദ്യത്തെ 4 റൗണ്ട് പിന്നിടുമ്പോൾ 10,000 ഭൂരിപക്ഷം കടന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു വാർത്ത. വണ്ടൂരിൽ 4 റൗണ്ടുകൾ, 19 റൗണ്ടുകളുള്ള വണ്ടൂരിൽ 4 റൗണ്ട് പിന്നിടുമ്പോൾ 10,000 കടന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ AP അനിൽകുമാറിന്റെ ഭൂരിപക്ഷം 15,563 ആയിരുന്നുവെങ്കിൽ ഇത്തവണ ആദ്യത്തെ 4 റൗണ്ടിൽ തന്നെ 10,000 AP അനിൽകുമാർ പിന്നിട്ടിരിക്കുകയാണ്. മലയോര മേഖലയിൽ UDFന്റെ അതിശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയാണ്. ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും.